ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മളുടേതൊരു സ്പെഷ്യലായിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. നല്ല ടേസ്റ്റി ആൻഡ് ഈസി ആയിട്ടുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് റസ്മലായി. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് 1 കപ്പ് മിൽക്ക് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദയും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ 1 ടേബിൾ സ്പൂൺ ഗീ ഉണ്ടല്ലോ, അതുകൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ നമ്മളുടെ പൗഡേഴ്സൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊരു സൈഡിലോട്ടേക്ക് മാറ്റാം. ഇനി അടുത്തതായിട്ട് നമുക്ക് റബഡി ഉണ്ടാക്കിയെടുക്കാം. റബഡി എന്ന് പറയുന്നത് നമ്മുടെ റസ്മലായിൻ്റെ ആ ഒരു വാട്ടർ ഉണ്ടല്ലോ, മിൽക്ക് വാട്ടർ, അതാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു പാനിലേക്ക് 1 ലിറ്റർ പാല് ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് ഈ മിൽക്കിലേക്ക് ഒരു 1/2 കപ്പ് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. ഷുഗറിന് പകരം നമുക്ക് മിൽക്ക് മെയ്ഡ് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ റബഡിക്ക് കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതലായിരിക്കും. പിന്നെ ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഏലക്കപ്പൊടി ഉണ്ടല്ലോ, അതുകൂടി ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ 1 നുള്ള് സാഫ്രൺ, കുങ്കുമപ്പൂവ്, അതുകൂടി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഏകദേശം നമ്മളുടെ ഷുഗർ ഒന്ന് മെൽറ്റായി വരുന്ന ടൈമിൽ നമുക്ക് എന്ത് ചെയ്യുക, ആൽമണ്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ആൽമണ്ട്, പിസ്താഷ്യോ, കാഷ്നട്ട്, അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഞാനിവിടെ ആൽമണ്ടാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ഇതാ നമ്മളുടെ റബഡി ഇവിടെ തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ സമയം ജസ്റ്റ് ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ലാസ്റ്റ് നമുക്ക് ഒന്നുകൂടി നമ്മളുടെ റസ്മലായിട്ട് ഒന്ന് തിളപ്പിച്ച് കുറുക്കിയെടുക്കേണ്ടതാണ് കേട്ടോ. ഇനി നമുക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു മിൽക്ക് പൗഡറിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അതിലേക്ക് നമുക്ക് 1 മുട്ട ഇതുപോലെ നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് കുറച്ചായിട്ട് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇത് നമ്മൾ കുഴച്ചെടുക്കുന്ന ടൈമിൽ ഒന്ന് സ്റ്റിക്കി ആയിട്ടായിരിക്കും കേട്ടോ ഉണ്ടാവുക. അങ്ങനെയാണ് ഇതിൻ്റെ ഈ ഒരു മാവിൻ്റെ ഒരു പരുവം എന്ന് പറയുന്നത്. അപ്പോൾ ഇതാ നമ്മളുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ ഉരുളകളാക്കി മാറ്റാം. ഇതുപോലെ കയ്യിലിട്ട് നമുക്ക് നല്ലൊരു റൗണ്ട് ഷേപ്പിലാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെയാണ് നമ്മളുടെ റസ്മലായിയുടെ ഷേപ്പ് ഉണ്ടാവുക, എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ഡോ കൂടി ഇതുപോലെ ഉരുളകളാക്കി റെഡിയാക്കി എടുക്കുക. നമ്മളിത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട കേട്ടോ. റെസ്റ്റ് ചെയ്യാൻ വെക്കുവാണെങ്കിൽ നമ്മളുടെ മാവ് ഡ്രൈ ആയി പോവും. അപ്പോൾ പിന്നെ നമുക്കിതുപോലെ ഷേപ്പ് ചെയ്തെടുക്കാനൊന്നും പറ്റൂല. ഇനി നമ്മളിത് ഷേപ്പ് ചെയ്തെടുക്കുന്ന ടൈമിൽ തന്നെ നമുക്ക് ഇതൊന്ന് ഡ്രൈ ആയി പോവുകയാണെന്ന് തോന്നുവാണെങ്കിൽ നമ്മളുടെ എഗ്ഗ് ഉണ്ടല്ലോ, അത് കുറച്ചുകൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുത്ത് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് റെഡിയായി കിട്ടും. അപ്പോൾ ഇതാ ഞാനെല്ലാം ഇതുപോലെ ഉരുളകളാക്കി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളുടെ റസ്മലായി റബഡി മിക്സിലേക്ക് ഇട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കലാണ്. പിന്നെ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഈ ഒരു റസ്മലായി നമ്മൾ ഷേപ്പ് ചെയ്ത ഉടനെ തന്നെ നമ്മളുടെ ഈ റബഡി മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. കാരണം ഇല്ലെങ്കിൽ നമ്മളുടെ ഈ ഒരു റസ്മലായി എന്ത് ചെയ്യും, ഡ്രൈ ആയി പോവും. അപ്പോൾ അതിന് ടൈം കൊടുക്കരുത്. നമ്മളിത് ഷേപ്പ് ചെയ്തെടുക്കുന്ന ടൈമിൽ തന്നെ നമ്മളുടെ റബഡി ഫ്ലെയിം ഓൺ ചെയ്ത് അടുപ്പിൽ വെക്കേണ്ടതാണ് കേട്ടോ. കാരണം നമ്മൾ ഈ റസ്മലായി റബഡി മിക്സിലേക്ക് ഇടുമ്പോൾ റബഡി നന്നായിട്ട് ചൂടായിട്ടുണ്ടാവണം. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി നമുക്കിതൊരു 10 മിനിറ്റ് വെരി ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കേണ്ടതാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ റബഡിയും ഒന്നുകൂടി ഒന്ന് കുറുകി തിക്കായി വന്നിട്ടുണ്ടാവും. നമ്മുടെ റസ്മലായി ആണെങ്കിൽ ഡബിൾ സൈസായിട്ടും വന്നിട്ടുണ്ടാവും.
ഇതാ ഇതുപോലെ നമുക്ക് മൂടി വെച്ച് വളരെ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 10 മിനിറ്റ് അത്രേ വേണ്ടുള്ളൂ കേട്ടോ. ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുക. ഇതാ 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മളുടെ രസ്മലൈ ഇവിടെ ഡബിൾ സൈസായി വന്നിട്ടുണ്ട്. റബടിയും അത്യാവശ്യം കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം മഷാല്ല ഭയങ്കര ടേസ്റ്റ് ആയിട്ടുള്ളൊരു റെസിപ്പി തന്നെയാണ്. നമ്മൾ ഇതുണ്ടാക്കിയത് മിൽക്ക് പൗഡർ കൊണ്ടാണെന്ന് തോന്നിയേ ഇല്ല കേട്ടോ. അത്രയും നല്ല ടേസ്റ്റ് ആയിട്ടാണ് ഉണ്ടായത്. നമ്മൾ നോർമലി പാലൊക്കെ പിരിയിച്ചിട്ടാണല്ലോ ഉണ്ടാക്കുക, അതേ ടേസ്റ്റിൽ തന്നെ ഇതും കിട്ടുന്നുണ്ട്. എനിക്ക് അങ്ങനെയാണ് കേട്ടോ ഫീൽ ചെയ്തിട്ടുള്ളത്. ഇവിടെ മക്കൾക്കാണെങ്കിലും നല്ലോണം ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാം നമ്മളുടെ വീട്ടിലുണ്ടാകുന്ന ഇൻഗ്രീഡിയൻസ് തന്നെയാണല്ലോ. അപ്പം ഉണ്ടാക്കാനാണെങ്കിൽ വളരെ എളുപ്പമാണ്. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്തായാലും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് പോയി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്തിട്ട് സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്ക്. പിന്നെ ഞാനിപ്പോൾ ഇവിടെ നല്ല ചൂടോടുകൂടി തന്നെയാണ് കേട്ടോ സെർവ് ചെയ്യുന്നത്. കാരണം ഇത് ചൂടൊക്കെ പോയി ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് വീഡിയോ എടുക്കാമെന്ന് വെച്ചാൽ നടക്കുന്ന കാര്യമല്ല. അപ്പോഴേക്കും മക്കളൊക്കെ കഴിച്ച് കഴിയും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ചൂടോടുകൂടി തന്നെയാണ് കേട്ടോ സെർവ് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഇതാ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഞാൻ വീണ്ടും പറയാണ് കേട്ടോ, നമ്മൾ മിൽക്ക് പൗഡർ കൊണ്ടാണ് ഉണ്ടാക്കുന്നത് തോന്നിയേ ഇല്ല. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ നമ്മളുടെ വീഡിയോസ് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇൻഷാല്ലാ നെക്സ്റ്റ് നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ബായ്.